ഞാൻ ഈ രേണുസുതിക്ക് അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ടപ്പം ഒരു ഏട്ടൻ വന്നിട്ട് പറഞ്ഞു, ഒരു കാക്ക വന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് ആ വിഷയം വിട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. അതേപോലെ തന്നെ രേണുവിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ക്യാപ്ഷൻ എഴുതിയിട്ട്. അപ്പോൾ അതിൽ വന്നിട്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണ മനുഷ്യത്വമില്ലാത്ത ജീവികളെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് കിട്ടും. അപ്പോൾ ഒരുത്തി വന്നിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞു, ആരാ നല്ല ബോയാണോ കേളാണോ എന്നറിയില്ല, ഫേക്ക് അക്കൗണ്ടാണ്. അപ്പോൾ പറഞ്ഞിട്ട് നിൻ്റെ റോൾ എന്താ അതിലെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനും ഇതേപോലെ രേണുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണല്ലോ ചെയ്തത്. നെഗറ്റീവ്നെസ് ഒരുപാടുണ്ടാകുമ്പം കുറച്ചെങ്കിലും പോസിറ്റീവ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അപ്പോഴാ രേണു എന്ന് പറയുന്ന ആ ചേച്ചിക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ആ ഒരു രേണുവിനെ വെച്ചിട്ട് റീച്ച് ആവാനോ അല്ലെങ്കിൽ രേണുവിനെ വെച്ചിട്ട് വീഡിയോ ഇടാനോ നിൽക്കില്ല. കാരണം എൻ്റെതിപ്പോൾ സസ്പെൻഡായി കിടക്കണം, എൻ്റെ അക്കൗണ്ട് സസ്പെൻഡായി കിടക്കണം. എന്താ വെച്ചാൽ ഒരു കമൻ്റ് ഇട്ടതിന് സസ്പെൻഷൻ കിട്ടിയിട്ട് കിടക്കണം. അതിനി നേരെ ആവുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം അതുകൊണ്ട് തന്നെ വ്യൂസ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. 500 വ്യൂസൊക്കെയാണ് ഉള്ളത്. 13-45K ഒക്കെ ഉണ്ടായിരുന്നു വ്യൂസ്. 500 താഴെ, 1000 താഴെയായി. അപ്പോൾ ഒരു പ്രൊമോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കമൻ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ലേഡി MDMA വിറ്റുകാണ്ട് പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജസ്റ്റ് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു. അത് പറഞ്ഞതിന് അതിൽ സസ്പെൻഡ് ചെയ്തതിന് എനിക്ക് യാതൊരു വിധ ടെൻഷനോ കാര്യങ്ങളോ ഇല്ല. കാരണം ഞാൻ പറഞ്ഞു ടേക്ക് കെയർ, എന്നിട്ട് തൂങ്ങിച്ചാവ് എന്നുള്ളൊരു വേർഡ്സ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് സൂയിസൈഡിനെ പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് വയലൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നത് റീച്ചിന് വേണ്ടിയിട്ടല്ല. ഞാൻ രേണുവിൻ്റെ ഒരു വീഡിയോ ഞാൻ റീച്ചിന് വേണ്ടിയിട്ടല്ല ചെയ്യണം. കാരണം എന്താ വെച്ചാൽ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രേണുവിന് കുറച്ച് തിന്നാൽ മതി. തിന്നാൽ പോസിറ്റീവിൻ്റെ കാട്ടിലും തിന്നുകാണ്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് റീച്ച് കിട്ടും. അപ്പോൾ അതിൻ്റെ റീച്ച് എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ലേഡി വന്നിട്ട് അതിൽ കമൻറ്റ് ഇട്ടു, അവളുടെ നടത്തം, അവളുടെ ഇരുത്തം, അവളുടെ ഡ്രസ്സിങ് അവിടെ കാണിച്ചു ഇവിടെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ലേഡീൻ്റെ ആ പ്രൊഫൈൽ ചെന്ന് നോക്കിയപ്പോൾ വയറ് കാണിച്ചിട്ടുള്ള ഡാൻസ്. അപ്പം ഞാൻ ചോദിച്ചു, നാട്ടുകാരെ കാണിക്കാനാണോ ഇങ്ങനെ വയറ് കാണിച്ചിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ വന്നിട്ട് എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് എൻ്റെ റപ്പേ ഹെലൻ ഓഫ് സ്പാട്ടൊക്കെ അവിടെ നിൽക്കും അമ്മരുത്തെ വേർഡ്സാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അവൾ എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് സൈബർ സെല്ലിൽ കൊണ്ടുപോയിട്ട് ഇന്നെന്തൊക്കെയോ ചെയ്യും. കാരണം സൈബർ സെല്ലിൽ കൊണ്ടുപോയിട്ട് അവൾ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തിന്? ഞാൻ ഈ കമൻറ്റ് ഇട്ടതിന്. അതായത് അവൾ വയറ് കാണിച്ചിട്ട് ഡാൻസ് ചെയ്തു. വയറ് എന്ന് പറഞ്ഞാൽ സാരി ഉടുത്തിട്ട് ഉള്ള ഡാൻസാണ്. അപ്പം സ്വാഭാവികമായിട്ട് വയറ് കാണും. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് വയറ് കാണുന്നതിന് എനിക്കൊരു യാതൊരു കുഴപ്പമില്ല. അവളെ വയറാണ്, എൻ്റെതല്ല. അപ്പം എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ഒരാളെ കുറ്റം പറയുമ്പോൾ അതിനുള്ള റൈറ്റ്സ് ഉണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, അത് പറഞ്ഞതിന് അവൾ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ട്, ഇതാക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ബ്ലോക്ക് ചെയ്തും പോയിട്ടുണ്ട്. പിന്നെ പറയാത്ത തൊറി വേർഡ്സ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പം ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അവളെ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, അവളെ പറഞ്ഞപ്പം അവൾക്ക് പൊള്ളി. അപ്പോൾ ഈ ഊന്തിന് മേക്കപ്പെട്ട പോലെ അല്ലെങ്കിൽ പല്ലിക്ക് മേക്കപ്പെട്ട പോലെ പല്ലിക്കുട്ടി, ഊന്തുകുട്ടി എന്നൊക്കെ പറയുമ്പം എത്രത്തോളം രേണു വേദനിച്ചിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ അവനവന് പറയുമ്പോഴേ അവനവന് കൊള്ളുള്ളൂ. മനസ്സിലായോ? ഒരാളെ ഒരു ലേഡീനെ ഇട്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുമ്പോൾ ആലോചിക്കണം നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ എന്നുള്ളത്. അതിന് മാത്രം എന്ത് തെറ്റാണ് അവർ സമൂഹത്തിന് ചെയ്തത്? അത് അവർക്ക് പൈസക്കും വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കുമോ അവർക്ക് ജീവിക്കാൻ? പിന്നെ പറയണത് കിച്ചു വലിയ കുട്ടിയായില്ലേ, അപ്പോൾ അതിനനുസരിച്ച് അവൾ നടക്കണ്ടേ. കിച്ചു വലിയ കുട്ടിയായിട്ടുണ്ടെങ്കിൽ കിച്ചുവിന് ആ ബോധം വേണ്ടിയിരുന്നു. എന്നാൽ ഞാൻ വലിയ കുട്ടിയായിക്കണേ, അമ്മ നിങ്ങൾ വീട്ടിലിരിക്കുക, ഞാൻ ചിലവിന് കൊണ്ടുവന്ന് തരാമെന്ന് കിച്ചു പറയാനുള്ള സാമാന്യ മര്യാദ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കിച്ചുവിൻ്റെ ഒപ്പം നിന്നിരുന്നു. കിച്ചു എന്താ പറഞ്ഞത്? കിച്ചു ഫസ്റ്റൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പം എന്തായി? ഇപ്പം അവന് ക്യാഷ് ഏൺ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ അവന് നെഗറ്റീവായി. എന്നിട്ട് പോലും രേണുസുതി അവനെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ശരിക്കൊരു രണ്ടാനമ്മ പറയേണ്ട കാര്യങ്ങൾ. ഇപ്പം രണ്ടാനമ്മക്ക് കുറ്റം. ആദ്യം ഇട്ടിട്ട് പോയ ഒരുത്തിക്ക് ഒരു കുറ്റവും ഇല്ല. സ്വന്തം അമ്മക്ക് കുറ്റമില്ല, രണ്ടാനമ്മക്ക് കുറ്റം. രണ്ടാനമ്മമാരിട്ട് കഷ്ടപ്പെടുത്തുന്നത് ഇനി കണ്ടിട്ടുണ്ടോ കിച്ചു? ഇല്ല.
അങ്ങനെ നീ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ ഈ രേണു എന്ന് പറയുന്ന അമ്മ ഉണ്ടല്ലോ, അവരെയൊക്കെ കൊട്ടയിലിട്ട് ചുമക്കേണ്ടി വരും നീ, മനസ്സിലായോ? അപ്പോൾ രേണുവിന് ഒരു ഇതുമില്ല നിന്നെ നോക്കണം എന്നുള്ളത്. എന്നിട്ടും അവർ അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ്, ഒരു നേരത്തെ അന്നം ആഹാരം നിനക്ക് അവർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വെച്ച് വിളമ്പി തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള നന്ദിയെങ്കിലും നീ കാണിക്കേണ്ടിയിരുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കാനൊന്നും വരില്ല. ഒരുപാട് പേര് നിനക്ക് അനുകൂലമായിട്ട് നിൻ്റെ രണ്ടാനമ്മയെ കുറിച്ചിട്ട് പറഞ്ഞതുകൊണ്ട് പറഞ്ഞു പോയതാണ്. നിന്നെക്കുറിച്ചിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം നീ ഒരു ബോയിയാണ്, നിനക്ക് നയിച്ചു തിന്നാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം നീ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, അച്ഛൻ മരിച്ചു, അച്ഛൻ ഏതായാലും മരിച്ചു. അപ്പം അമ്മ എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ കൊണ്ടുവരുന്ന ചിലവിന് കൊണ്ടുവരുന്നത് തിന്നിട്ടിരിക്കുന്നുള്ള പറയാനുള്ള സാമാന്യ ബോധം നീ കാണിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം നെഗറ്റീവ്നെസ്, ഹേറ്റേഴ്സ് രേണുസുതിക്ക് ഉണ്ടാവില്ല. ഇനി മനസ്സിലായോ? അപ്പം ഞാൻ അന്നും ഇന്നും രേണുസുതിക്കൊപ്പമാണ്, വേറെ ഒന്നുമല്ല. ആ സ്ത്രീനെ സോഷ്യൽ മീഡിയ ഇട്ടിട്ട് അലക്കണത് കണ്ടിട്ട് വേറൊരു സ്ത്രീകൾക്കില്ലാത്ത റെസ്ട്രിക്ഷൻസാണ് നമ്മുടെ ഈ സാക്ഷര കേരളം ഈ രേണുവിന് കൊടുത്തിട്ടില്ല. കാരണം എന്താ, ചോദിക്കാനും പറയാനും ആളില്ല, പൈസ ഇല്ല, സ്റ്റാറ്റസ് ഇല്ല, കുടുംബമഹിമയില്ല. മനസ്സിലായോ? വലിയൊരു വീട്ടിലല്ല ജനിച്ചത്, അതുകൊണ്ട് കുടുംബമഹിമ മീൻസ് വലിയ വീട്ടിലല്ല ജനിച്ചത്, അത് മാത്രം ഉദ്ദേശിച്ചു കേട്ടോ. അപ്പോൾ എന്താണ് എന്താ പറഞ്ഞു വന്ന്? അപ്പോൾ അതൊക്കെ തന്നെ. അന്നും ഇന്നും എന്നും വിവേചനം മാറൂല മക്കളെ, അത് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതിന് അഗെയിൻസ്റ്റായിട്ടാണ് ഞാൻ പറഞ്ഞത്. സബ്സ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് കാണിക്കുന്നതിനോ ഒന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത റെസ്ട്രിക്ഷൻസ് രേണുസുതിക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. ഓരോരോ ലേഡീസിൻ്റെ കാണാൻ പറ്റില്ല, അക്കോലാണ്. ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടീനെ ഇട്ടിട്ട് ഒരു സ്ത്രീ വന്നിട്ട്, അതായത് നമ്മുടെ ഒരു സെലിബ്രിറ്റീൻ്റെ മോളെ ഫോട്ടോ ഞാനും കണ്ടു. അതിലെനിക്ക് യോജിപ്പൊന്നുമില്ല. കാരണം ഫുള്ള് ഒന്നുമില്ല മീൻസ് ഫുള്ള് പ്രൈവറ്റ് പാർട്സ് അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ അതിൻ്റെ കമൻറ്റ് ബോക്സ് പോയി നോക്കുമ്പോൾ ഇങ്ങനെ ഫയറിൻ്റെ, ലവിൻ്റെ, സൂപ്പർ മോളെ, ഗ്ലാമറസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലേ. അതിന് വേണ്ടി രേണുവിൻ്റെ അവിടേക്ക് വരുമ്പോൾ, ഭാഗത്തേക്ക് വരുമ്പോൾ എന്തൊക്കെയാ വൃത്തികേടാ പറയണത്, എന്തൊക്കെയാ തെറി വേർഡ്സാണ് പറയുന്നത്. ഈ പ്രൈവറ്റ് പാർട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെയൊക്കെ തന്നെ, മനസ്സിലായോ? അത് കാണാൻ പറ്റാത്തത് തന്നെയാണ്. പ്രൈവറ്റ് പാർട്സ് എന്ന് പറഞ്ഞാൽ അത് പ്രൈവറ്റായിട്ട് കൊണ്ട് നടക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ രേണുസുതിക്ക് മാത്രം ഒരു തുള്ളി അവിടെ ഇവിടെയും കാണിക്കുമ്പോൾ മാത്രം റെസ്ട്രിക്ഷൻസ് കൊടുക്കണം. ഈ സൊസൈറ്റിയോട് പുച്ഛം മാത്രം, മനസ്സിലായോ?